ജീവിത തിരക്കുകളേറുമ്പോൾ നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ യാത്രകൾ പോകാറുണ്ട്. അതൊന്നും വെറുമൊരു യാത്രയല്ല. പ്രകൃതിയാകുന്ന നമ്മുടെ അമ്മയുടെ മടിയിലേക്ക് ഒന്ന് തലചായ്ക്കാൻ, ആ ഹൃദയത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ള യാത്ര. ആ യാത്രയിൽ കാടിൻ്റെ കുളിരിലൂടെ, ആത്മാവിനെ തഴുകിയെത്തുന്ന കാറ്റിലൂടെ, മലനിരകളുടെ വിസ്മയ കാഴ്ചകളിലൂടെ, കോടമഞ്ഞിൻ്റെ നേർത്ത പുതപ്പിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകും. പ്രകൃതി നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതിയിരിക്കുന്നു എന്ന്. ഈ കോടമഞ്ഞ് ആവോളം ആസ്വദിക്കുന്ന നേരത്ത് ശങ്കരക്കുട്ടി ഒരു കാര്യം ചോദിച്ചായിരുന്നു, നമുക്കിതിനെ പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോയെന്ന്. ഞാനും ചോദിച്ചോട്ടെ, നമുക്ക് പറ്റുമോ? എത്ര പണം കൊടുത്താലും ഇത്തരം അനുഭൂതികളെ നമുക്ക് നമ്മളിലേക്ക് ചേർക്കാൻ സാധിക്കുമോ? പ്രകൃതി അനുവദിച്ചിരിക്കുന്ന, അനുഭവിക്കാൻ അവസരം തന്നിരിക്കുന്ന ഈ അനുഭൂതികളെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മെക്കൊണ്ടാകെ ചെയ്യാൻ കഴിയുന്നത്. അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. പണ്ടുകാലം മുതലേ നമ്മുടെ പൂർവികർ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. കാവുകളും പ്രകൃതി ക്ഷേത്രങ്ങളും എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പ്രകൃതിയെ എത്രത്തോളം സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതായിരുന്നു അവയെല്ലാം. അത് നമ്മുടെ കടമയാണ് എന്ന് പൂർവികർ നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നു. കുഞ്ഞു കുഞ്ഞു പുൽനാമ്പുകൾ മുതൽ ആഴങ്ങളിൽ വേരോടിയ കൂറ്റൻ മരങ്ങൾ വരെ നമുക്ക് സംരക്ഷകരാണ്. അവയെ വേണ്ട വിധത്തിൽ പരിചരിച്ചാൽ, പരിഗണിച്ചാൽ. നമ്മൾ മനുഷ്യർ പ്രകൃതിയുടെ നിയമങ്ങളെ പാലിക്കാൻ തുടങ്ങിയാൽ, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയാൽ, ആഴങ്ങളിൽ പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ തുടങ്ങിയാൽ, ഒരമ്മ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ, ഒരമ്മ കുഞ്ഞിനെ തഴുകുന്നത് പോലെ, കെട്ടിപ്പുണരുന്നത് പോലെ പ്രകൃതി നമ്മളെയും സംരക്ഷിച്ചുകൊള്ളും. മറിച്ചായാൽ സംഹാര താണ്ഡവമാടാനും പ്രകൃതിക്ക് ഒരു മടിയുമില്ല. നമ്മളെല്ലാവരും അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾക്ക് സാക്ഷികൾ. നമ്മുടെ ഉള്ളിലെ ഈ ബോധം എല്ലാ വർഷത്തെയും പരിസ്ഥിതി ദിനത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോകാതിരിക്കട്ടെ. എന്നും ഉണരുന്ന നിമിഷം മുതൽ ഓരോ നിമിഷവും പ്രകൃതിയോടുള്ള നന്ദി നമ്മുടെ ഉള്ളിൽ പ്രതിഫലിക്കട്ടെ. നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നതിന്, സന്തോഷിക്കാൻ അനുവദിക്കുന്നതിന്, അനുഭൂതികൾ നൽകുന്നതിന്